ചോദ്യങ്ങൾ മൂന്നാം ഭാഗം. ആരെയാണ് മിത്രങ്ങളായി അഥവാ ഔലിയ ആയി സ്വീകരിക്കരുത് എന്ന് അള്ളാഹു കൽപ്പിക്കുന്നത്? അയൽക്കാരെ, ഓപ്ഷൻ ബി അള്ളാഹുവിൻ്റെയും നിങ്ങളുടെയും ശത്രുക്കളെ, ഓപ്ഷൻ സി കച്ചവടക്കാരെ, ഓപ്ഷൻ ഡി യാത്രക്കാരെ. ശരി ഉത്തരം ഓപ്ഷൻ ബി അള്ളാഹുവിൻ്റെയും നിങ്ങളുടെയും ശത്രുക്കളെ. ശത്രുക്കൾ നിങ്ങൾക്ക് വന്നെത്തിയ എന്തിലാണ് അവിശ്വസിച്ചത്? ഓപ്ഷൻ എ സമ്പത്തിൽ, ഓപ്ഷൻ ബി അധികാരത്തിൽ, ഓപ്ഷൻ സി സത്യത്തിൽ, ഓപ്ഷൻ ഡി ചരിത്രത്തിൽ. ശരി ഉത്തരം ഓപ്ഷൻ സി സത്യത്തിൽ. എന്ത് കാരണത്താലാണ് ശത്രുക്കൾ നിങ്ങളെ പുറത്താക്കിയത്? ഓപ്ഷൻ എ നിങ്ങൾ സമ്പന്നരായതുകൊണ്ട്, ഓപ്ഷൻ ബി നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചതുകൊണ്ട്, ഓപ്ഷൻ സി നിങ്ങൾ അധികാരം ചോദിച്ചതുകൊണ്ട്, ഓപ്ഷൻ ഡി നിങ്ങൾ യുദ്ധം ചെയ്തതുകൊണ്ട്. ശരി ഉത്തരം ബി ആണ്, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചതുകൊണ്ട്. അടുത്ത ചോദ്യം, നിങ്ങൾ ശത്രുക്കൾക്ക് രഹസ്യമായി നൽകുന്നത് എന്താണെന്നാണ് അള്ളാഹു ചോദിക്കുന്നത്? സമ്പത്ത്, ഓപ്ഷൻ ബി ആയുധങ്ങൾ, ഓപ്ഷൻ സി സ്നേഹം, ഓപ്ഷൻ ഡി വിവരങ്ങൾ. ശരി ഉത്തരം ഓപ്ഷൻ സി സ്നേഹം, മവദ്ദത്ത്. അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടും എൻ്റെ മാർഗത്തിൽ സമരത്തിനിറങ്ങിയവരുമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഓപ്ഷൻ എ ശത്രുക്കളെ മിത്രങ്ങളാക്കരുത്, ഓപ്ഷൻ ബി നമസ്കാരം ഉപേക്ഷിക്കരുത്, ഓപ്ഷൻ സി ദാനധർമ്മം മുടക്കരുത്, ഓപ്ഷൻ ഡി നോമ്പ് എടുക്കാതിരിക്കരുത്. ശരി ഉത്തരം ഓപ്ഷൻ എ ശത്രുക്കളെ മിത്രങ്ങളാക്കരുത്. നിങ്ങൾ രഹസ്യമാക്കിയതും പരസ്യമാക്കിയതും നന്നായി അറിയുന്നവൻ ആരാണ്? ഓപ്ഷൻ എ പ്രവാചകൻ, ഓപ്ഷൻ ബി മലക്കുകൾ, ഓപ്ഷൻ സി അള്ളാഹു, ഓപ്ഷൻ ഡി ശത്രുക്കൾ. ശരി ഉത്തരം ഓപ്ഷൻ സി അള്ളാഹു. അടുത്ത ചോദ്യം, ശത്രുക്കളുമായി സ്നേഹബന്ധം സ്ഥാപിക്കുന്നവൻ എന്തിൽ നിന്നാണ് പിഴച്ചുപോയത്? ഓപ്ഷൻ എ സമ്പത്തിൽ നിന്ന്, ഓപ്ഷൻ ബി നേരായ മാർഗത്തിൽ നിന്ന്, ഓപ്ഷൻ സി വിജയത്തിൽ നിന്ന്, ഓപ്ഷൻ ഡി യുദ്ധത്തിൽ നിന്ന്. ശരി ഉത്തരം ഓപ്ഷൻ ബി നേരായ മാർഗത്തിൽ നിന്ന്.